ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്ട്രേലിയൻ അക്കാഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണിത്. ബാക്കി 3 ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതെല്ലാം ആദ്യം കാണണം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10ാമത്തെയും 11ാമത്തെയും ക്വസ്റ്റ്യൻസാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം: ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണ്. അതിലെ സബ് ക്വസ്റ്റ്യൻ 1: ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 2: ഇതൊരു സമബഹുഭുജമാണെങ്കിൽ ഒരു അകക്കോണിൻ്റെ അളവെത്രയാണ്? 3: സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവെത്രയാണ്? ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെന്നാണ് പറയുന്നത്. ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണ്. പുറംകോണുകളുടെ തുക = അകക്കോണുകളുടെ തുക /2. നമുക്കറിയാം, ഒരു ബഹുഭുജത്തിൻ്റെ ഏതൊരു ബഹുഭുജമാണെങ്കിലും അതിൻ്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. അകക്കോണുകളുടെ തുക കാണാനുള്ള സമവാക്യവും നമുക്കറിയാം. സമവാക്യം n-2 × 180. n വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക n-2 × 180 ഡിഗ്രിയാണ് /2. നമുക്ക് വശങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്, അതായത് n ആണ് കാണേണ്ടത്. ഞാൻ ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ്. n-2 × 180 ഡിഗ്രി = ഈ 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഹരിക്കാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കും. 360 ഡിഗ്രി അവിടെ ഓൾറെഡി ഉണ്ട്, അതിനെ ഗുണിക്കും. 2 = 360നെ 2 കൊണ്ട് ഗുണിച്ചാൽ 720 ഡിഗ്രി. ഇവിടെ ഒരു 180 ഗുണിക്കുന്നുണ്ട്. ഞാൻ ഈ 180നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. സമത്തിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കും. n-2 ആണ് ഇവിടെ ബാക്കി ഉണ്ടാവുക = 720 ഡിഗ്രി /180 ഡിഗ്രി. ഇവിടെ 0 നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ 72നെ 18 കൊണ്ട് ഹരിക്കണം. എത്ര 18ആണ് 72-ലുള്ളത്? 4 = 4 എന്ന് കിട്ടും. n = ഇവിടെ ഒരു -2 ഉണ്ട്. -2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആവും. 4 + 2 = 6. വശത്തിൻ്റെ എണ്ണം 6. വശത്തിൻ്റെ എണ്ണം 6 ആണ് എന്ന് പറയുമ്പോൾ അതൊരു ഷഡ്ഭുജമാണ്. അടുത്ത ചോദ്യം: ഇതൊരു സമബഹുഭുജമാണെങ്കിൽ ഒരു അകക്കോണിൻ്റെ അളവെത്രയാണെന്നാണ്. ഇതൊരു സമബഹുഭുജമാണെങ്കിൽ ഒരു അകക്കോണിൻ്റെ അളവെത്രയാണ്? നമുക്കറിയാം, സമബഹുഭുജത്തിൻ്റെ ഓരോ വശങ്ങളുടെയും നീളം തുല്യമാണ്, അതുപോലെ ഓരോ കോണുകളും തുല്യമാണ്. നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. n വശമുള്ള സമബഹുഭുജത്തിൻ്റെ ഒരു അകക്കോൺ എന്തായിരുന്നു? n-2 × 180 ഡിഗ്രി /n. ഒരു അകക്കോണ് n-2 × 180 ഡിഗ്രി /n. n എത്രയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്? n 6 ആണ്. നമുക്കിവിടെ n-ന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 - 2 × 180 ഡിഗ്രി /n, അതായത് 4 × 180 ഡിഗ്രി ഇവിടെ 6 ആണ് കേട്ടോ. 6 = 4 × 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 720 ഡിഗ്രിയാണ് /6 = 720നെ 6 കൊണ്ട് ഹരിച്ചാൽ 7 ഒരു 6 ഉണ്ട്, 6 വരെ എഴുതി. പിന്നെ 12, 12ൽ 2 6 ഉണ്ട്, 2 6 12, 0 പിന്നെ ഒരു 0 ഉണ്ട്. 120 ഡിഗ്രി. 6 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ, അതായത് സമഷഡ്ഭുജത്തിൻ്റെ ഒരു അകക്കോൺ
120 ഡിഗ്രി. വശങ്ങളുടെ എണ്ണം ഈ ബഹുഭുജത്തിലേതിനേക്കാൾ 1 കുറവായ സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവ് എത്രയാണ്? വശങ്ങളുടെ എണ്ണം ഈ സമബഹുഭുജത്തിനേക്കാൾ 1 കുറവായ സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ വശങ്ങളുടെ എണ്ണം 6ആണ്. അതിനേക്കാൾ 1 കുറവായ ബഹുഭുജം ഏതാണ്? 5 വശങ്ങളുള്ള ബഹുഭുജം അല്ലേ? 5 വശങ്ങളുള്ള ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഉള്ള ബഹുഭുജം പഞ്ചഭുജം അല്ലേ? ചോദ്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചഭുജത്തിൻ്റെ, വെറും പഞ്ചഭുജമല്ല, സമപഞ്ചഭുജത്തിൻ്റെ ഒരു പുറംകോൺ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശങ്ങളുള്ള എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജത്തിനെയാണ് നമ്മൾ സമപഞ്ചഭുജം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പുറംകോൺ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു സമവാക്യം അറിയാം. സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോൺ ഈക്വൽ ടു, ഒരു സമവാക്യം ഉണ്ടല്ലോ, 360 ഡിഗ്രി ബൈ n. ഇവിടെ n എത്രയാണ്? 5ആണ്. 360 ഡിഗ്രി ബൈ 5 എത്രയാണ്? 360 ഡിഗ്രിയെ 5 കൊണ്ട് ഹരിച്ചാൽ 36, 3ൽ 5 ഇല്ല, അതുകൊണ്ട് 36ൽ 5 ഉണ്ട്, 35, ബാക്കി 10 ഉണ്ട്, 10ൽ 2 5, 72 ഡിഗ്രി. ഇതാണ് ആൻസർ. 11ാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെയും അതിൻ്റെ വിപരീത ഭിന്നത്തിൻ്റെയും വർഗങ്ങളുടെ തുക 9 × 1/9 ആണ്. ഒന്നാമത്തെ ചോദ്യം, ആ സംഖ്യകളുടെ തുകയുടെ വർഗം എന്താണ്? 2, ആ സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗം എന്താണ്? ചോദ്യം തന്നിരിക്കുന്നത് ഒരു സംഖ്യയുടെയും അതിൻ്റെ വിപരീത ഭിന്നത്തിൻ്റെയും വർഗങ്ങളുടെ 9 1/9 ആണ്. സംഖ്യ ഏതാണെന്ന് തന്നിട്ടില്ല. നമുക്ക് അറിയാത്ത സംഖ്യയാണ് അല്ലേ? അതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. ആ സംഖ്യയെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ആ സംഖ്യയുടെയും അതിൻ്റെ വിപരീത ഭിന്നം എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഒരു എക്സ് എന്ന് പറഞ്ഞാൽ x/1 അല്ലേ? അതിനെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 1/x കിട്ടും. അതാണ് വിപരീത ഭിന്നം. അതിൻ്റെ തുക, സംഖ്യയുടെയും അതിൻ്റെ വിപരീത ഭിന്നത്തിൻ്റെയും വർഗങ്ങളുടെ തുകയാണ് x² + 1/x² ഈക്വൽ ടു 9 1/9 ആണ്. ചോദ്യം, ആ സംഖ്യകളുടെ തുകയുടെ വർഗം എന്താണ്? ഇത് കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തുകയുടെ വർഗം കാണാനാണ്. നമുക്ക് തുകയുടെ വർഗം കാണാനുള്ള സമവാക്യം അറിയാം അല്ലേ? 2 സംഖ്യകളുടെ തുകയുടെ വർഗം, x y 2 സംഖ്യകളായാൽ 2 സംഖ്യകളുടെ തുകയുടെ വർഗം x + y² ഈക്വൽ ടു x² + y² + 2xy ആണ്. നമുക്ക് ഇവിടെ y-ൻ്റെ സ്ഥാനത്ത് 1/x കൊടുത്തു നോക്കാം. x + 1/x², ഇതാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു y-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 1/x ആണ്. എക്സിന് മാറ്റമൊന്നുമില്ല. x² + y-ൻ്റെ സ്ഥാനത്ത് 1/x കൊടുക്കാം. സ്ക്വയർ പ്ലസ് 2 × x × y-ൻ്റെ സ്ഥാനത്ത് 1/x. ദാറ്റ്സ് ഈക്വൽ ടു x² + 1/x² പ്ലസ് 2 × ഇവിടെ കണ്ടോ, എക്സ് മുകളിലുണ്ട് താഴെയുണ്ട്. അതിന് നമുക്ക് വെട്ടിയുടെ. അപ്പോൾ ഇവിടെ 2ആണ് ബാക്കിയായിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x² + 1/x² ഈക്വൽ ടു 9 1/9 എന്ന് തന്നിട്ടുണ്ട്. 9 1/9 പ്ലസ് 2. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ തന്നെ ആൻസറായി. അല്ലെങ്കിൽ നമുക്ക് ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കിയിട്ട് എഴുതാം. അതായത് 9നെ താഴെയുള്ള ഹംസത്തോട് ഗുണിച്ച് മുകളിലുള്ള ഛേദം കൂട്ടാം. 9 × 9 + 1 ബൈ ഹംസം 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 9
9 ഇൻറ്റു 9 81 പ്ലസ് 1 ബൈ 9 പ്ലസ് 2 82/9. ഇവിടെ തന്നെ ഉത്തരമായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ വേണമെങ്കിൽ വീണ്ടും മിശ്രഭിന്നാക്കിയിട്ട് എഴുതാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ. ഇത് തന്നെ ആൻസറാണ്. ചോദ്യം, ആ സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗ്ഗം എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് സംഖ്യകൾ കണ്ടിട്ട് വ്യത്യാസത്തിൻ്റെ വർഗ്ഗം കാണാനുള്ള ഒരു മാർഗ്ഗമൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് വ്യത്യാസത്തിൻ്റെ വർഗ്ഗം കാണാനുള്ള സമവാക്യം അറിയാം. ഒന്ന് എഴുതി നോക്കാം. എന്തായിരുന്നു വ്യത്യാസത്തിൻ്റെ വർഗ്ഗം കാണാനുള്ള സമവാക്യം? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1/xൻ്റെ ഇതാണ് കാണേണ്ടത്. എക്സിൻ്റെയും 1/xൻ്റെയും വ്യത്യാസത്തിൻ്റെ വർഗ്ഗമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 1/x ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 1/x ആണ്. 1/x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x. നേരത്തെ പോലെ തന്നെ എക്സ് ഉണ്ട് മുകളിൽ, താഴെ 1/x ഉണ്ട്. നമുക്കത് വെട്ടിക്കളയാം. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x ഹോൾ സ്ക്വയർ മൈനസ് 2. ഇവിടെ കണ്ടോ, എക്സ് സ്ക്വയറും 1/x² എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9. 1/9 തന്നിട്ടുണ്ട്. മൈനസ് 2. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കിവിടെ 9 1/9 82/9 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതന്നെ എഴുതാം. മൈനസ് 2 ഇതാണ് ആൻസർ. ഇവിടെ തന്നെ എഴുതിയാൽ ആൻസറായി. വേണമെങ്കിൽ